ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കാം. എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നി ഡേയനന്തം വന്നനമേ, എൻ്റെ പൊന്നി ഡേയനന്തം വന്നനമേ, അന്ത്യം വരെ യുമെന്നെ കാവൽ ചെയ്തിടുവാനന്തിയുള്ള മകൾ ശക്തി നീയേ നാദാന്തിയുള്ള മകൾ ശക്തി നീയേ, മന്നിടത്തി നടിയാർ ജീവിക്കും നാളെന്നും വന്നേ നം ചെയ്യും തിരുനാമത്തിന് ദേവ വന്നേനം ചെയ്യും തിരുനാമത്തിന്. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവിന്റെ ബലഹീനത ഞങ്ങളുടെ തിരുസരിലേക്ക് കടന്നു വരുവാൻ തക്കോണം അനേക തടസ്സങ്ങളുടെ നടുവിൽ നീ തുറന്ന വഴികൾക്കായിട്ട് അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയുടെ ക്വാളിഫയിങ് റൗണ്ടിലേക്ക്, കർത്താവെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുവാൻ തക്കോണം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിന്നുകൊണ്ട് കർത്താവ് ഇതിലെല്ലാം പങ്കെടുക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ സകല സജ്ജീകരണങ്ങളോടും ക്രമീകരണങ്ങളും കൂടെ ഉണ്ടായിരിക്കണമേ. അവിടുത്തെ കാവൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുവാനും സംരക്ഷണം ചെയ്യുവാനും സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കായിട്ട് സ്തോത്രം. അങ്ങേ കാണുവാനും അങ്ങേ കണ്ടെത്തുവാനും അനുഭവമാക്കുവാനും അനേകർക്ക് അങ്ങേ കാണിച്ചു കൊടുക്കുവാനും അവിടുത്തെ വചനത്തിൻ്റെ പുറത്ത് മനസ്സിലാക്കുവാനും അനേകർക്ക് ആ വചനം പറഞ്ഞു കൊടുക്കുവാനും തക്കോണം ഈ എളിയ ശുശ്രൂഷ മുഖാന്തരമായി തീരണം അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേടയിലും അങ്ങയിലെ കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ സഹായിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാണമേ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ക്രൗൺ 23 ബൈബിൾ മെഗാ ക്വിസ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നീണ്ട സ്റ്റേജസിലൂടെയാണ് നാം ഇപ്പോൾ 7ാം സ്റ്റേജിലെത്തിയിരിക്കുന്നത്. ഇന്നത്തേത് ക്വാർട്ടർ ഫൈനൽ മത്സരമാണ്. അത് കഴിഞ്ഞ് സെമി ഫൈനൽ, ഫൈനൽ. അപ്പോൾ ഇന്നത്തെ ഈ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മത്സരത്തിൻ്റെ ഘടന ഏതാണ്ട് 75% ഒരുപോലെയാണ്. മാറ്റമുള്ളത് ഒരു സ്റ്റേജിലാണ്. പതിവ് പോലെ ഓരോ സ്റ്റേജ് വരുമ്പം ഒരു റൗണ്ട് മാറും. അതുപോലെ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടുള്ളത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. സെയിം 5 മാർക്ക് റൈറ്റ് ആൻസർ, -1 ഫോർ റോങ് ആൻസർ. ആൻസേഴ്സ് ഇല്ലെങ്കിൽ നോ മാർക്സ്. ആളാം പ്രതി ഓരോ ചോദ്യം. റൈറ്റ്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്. സെയിം പ്രിൻസിപ്പിൾസ്. ഓരോരുത്തർക്കും ഓരോ ചോദ്യം. ശരിയായ ഉത്തരത്തിന് 5 മാർക്ക്, തെറ്റാണെങ്കിൽ -1 മാർക്ക്. അത് ആരംഭിക്കുന്നത് ബിബിൻ കെ മാത്യുവിൽ നിന്നായിരിക്കും. മൂന്നാമത്തേത് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. അത് ആരംഭിക്കുന്നത് മിസ് ജോളി ജയകുമാറിൽ നിന്നായിരിക്കും. 3 ക്വസ്റ്റ്യൻസ്, ആളാം പ്രതി ഓരോ ചോദ്യം. ബൈബിൾ ബമ്പർ റൗണ്ടാണ്. 5 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം, 10 മാർക്ക്. ഓൾറൈറ്റ്. ശരിയാണെങ്കിൽ 2 മാർക്ക്, തെറ്റാണെങ്കിൽ -1. ഓൾറൈറ്റ്. 5 ചോദ്യങ്ങളുണ്ട്. ചേഞ്ചിങ് റൗണ്ട്, സ്റ്റേജ് ചേഞ്ചിങ് റൗണ്ട് എന്ന് പറയുന്നത് ഈ പ്രാവശ്യം പ്രെയർ റൗണ്ടാണ്. അപ്പോൾ പ്രെയർ റൗണ്ട് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ചോദ്യമുണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും വേണം. കാരണം ഇത് പ്രാർത്ഥനാ റൗണ്ടാണ്. നമ്മുടേതായിട്ടുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി, ക്രൈസ്തവ ശുശ്രൂഷയ്ക്ക് വേണ്ടി എങ്ങനെയാണ് നിങ്ങളെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുന്നത് അതനുസരിച്ച് പ്രാർത്ഥിക്കുക. അതിന് ടൈം ലിമിറ്റോ അല്ലെങ്കിൽ നിബന്ധനകളോ ഒന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് നിബന്ധനകളില്ല. പക്ഷേ പ്രാർത്ഥിക്കണം. കാരണം ഈ ശുശ്രൂഷ ഇത്രത്തോളം ദൈവം എത്തിച്ചു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ
പാട്ടുപാടി പ്രാർത്ഥിച്ചു. അത്രമാത്രം. അത് കഴിഞ്ഞ് ഈ റൗണ്ട്സിൽ അത്രയും നമുക്കൊരു വിജയിയെ കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ അവസാനമായിട്ട് മിസ്റ്റർ ലൂയിയുടെ അനുഭവത്തോടുകൂടി എനിക്ക് ബൈബിൾ ബോംബ് ഉപയോഗിക്കേണ്ടി വരും. റൈറ്റ്? സോ ദറ്റ്സ് എ ലാസ്റ്റ് റിസോർട്ട്. റൈറ്റ്? ഇപ്പോഴും നിങ്ങളെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബ്യൂല ജോസഫ്. തിരുവനന്തപുരം ജില്ലയിൽ പൗടിക്കോണം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. വീട്ടിൽ ഹസ്ബൻഡും മോനും ഉണ്ട്. റൈറ്റ്? പ്രിസലോട്. എൻ്റെ പേര് ജോളി ജയകുമാർ. തിരുവനന്തപുരം ജില്ലയിൽ പിരപ്പങ്കോട് സ്വദേശം. ഭർത്താവും 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഞങ്ങൾ കുടുംബമായി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകരായിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ബിബിൻ കെ മാത്യു. എൻ്റെ സ്വദേശം കോട്ടയമാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് ഭാര്യയും ഒരു മോളും ഉണ്ട്. താങ്ക് യു. അപ്പോൾ നാം ഈ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്നു. എന്തെങ്കിലും പ്രത്യേകമായ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇഫ് യു വാണ്ട് ടു ആസ്ക് മീ എനിത്തിങ് പ്ലീസ്. ഇല്ല ജോളി? ഇല്ല. ഒന്നുമില്ല. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദ സ്കോർ കീപ്പേഴ്സ് കം ജഡ്ജസ്. ആദ്യം മിസ്സസ് രാജി വർഗീസ്, എൻ്റെ പ്രിയ പത്നിയും അതോടൊപ്പം തന്നെ കൂട്ടുവേലക്കാരിയുമാണ്. ഈ സുഷ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. ഐ വെൽക്കം രാജി. Next is Gina. She has come all the way from Abu Dhabi to be with us as a scorekeeper and judge. She has been with me for the last 2 decades or more, right? And her husband is an evangelist of the Word Told Ministries and is in charge of the Abu Dhabi unit. Both of them have come down to be a part of this great show. I welcome Gina in the name of the Lord. അടുത്തതായിട്ട് എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ശുശ്രൂഷ കർത്താവിനെ അനുഭവമാക്കുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് മുഖാന്തരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ പൊരുളും കൂടുതൽ മനസ്സിലാക്കുവാനും അത് അനേകർക്ക് പകർന്നു കൊടുക്കുവാനും തക്കവണ്ണം ഇത് വഴികാട്ടിയാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. So here we go for the first round. That's the Old Testament round. And the first question goes to Beulah Joseph. റെഡിയാണ്? അത്യുന്നതനായ ദൈവം കൽപ്പിച്ചതനുസരിച്ച് എത്ര കാലം ഒരു പ്രവാചകൻ ചെരുപ്പിടാതെയും നഗ്നനായും നടന്നു? പ്രവാചകൻ ആര്? പ്രവാചകൻ യെശയ്യാവ്. പ്രവാചകൻ യെശയ്യാവാണ്. 3 വർഷം 3 വർഷമാണ് ചെരുപ്പിടാതെയും നഗ്നനായും നടന്നത്. Yes, Beulah Joseph gets 5 marks for that question. Right? The second is for Jolly. പെനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആരാണ് ആ പേരിട്ടത്? ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയ സ്ഥലം. പേരിട്ടത് യാക്കോബ്. 2 marks. Only you can get an. അതിൻ്റെ കംപ്ലീഷനായിട്ട് വല്ലതും പറയാനുണ്ട്? ദൈവത്തിൻ്റെ മുഖം, പെനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അത് -1 mark. Yes, Beulah Joseph, do you have any answer? No answer. ജോലി പറഞ്ഞ ഒരു ആൻസർ ശരിയാണ്. യാക്കോബാണ് പറഞ്ഞത്. അപ്പോൾ അതിന് 2 മാർക്കുണ്ട്. ബാക്കി പറഞ്ഞ തെറ്റാണ്, -1 മാർക്കില്ല. പക്ഷേ ആൻസർ അതല്ല. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല. ശരിയാണ്. ദാറ്റ്സ് എ കംപ്ലീഷൻ ഓഫ് ദ സെൻസ്. ഓക്കെ? So you get 2 marks. Bibin Matthew gets -1. Right. മൂന്നാമത്തെ ചോദ്യം ബിബിൻ കെ മാത്യുവിനോടാണ്. വേദപുസ്തകം രേഖപ്പെടുത്തുന്ന ആദ്യത്തെ ഗുഹ ഏതാണ്? ആരാണ് അതിൽ പാർത്തത്? ആദ്യത്തെ ഗുഹ ലോത്തും മക്കളും താമസിച്ച ഗുഹ. ശരിയാണ്. ലോത്തും മക്കളും എന്ന് പറയുമ്പോൾ ആൺമക്കളാണോ പെൺമക്കള്, പെൺമക്കളാണോ? 2 പെൺമക്കള്. 2 പെൺമക്കൾ. That answer is very right. 5 marks for Bibin K Matthew. And that we come to the end of the Old Testament round. Please give me the scorecard. Beulah Joseph 5 marks. Beulah Joseph gets 5 marks. Mrs. Jolie Jacomar 2. Jolie Jacomar gets 2 marks. Mr. Bibin K. Matthew 4. And Mr. Bibin K. Matthew 4. So the New Testament round. The first question goes to Bibin K. Matthew. Are you ready? Yes. കർത്താവിനെ അനുഗമിക്കുകയും തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന സ്ത്രീകൾ
ആരെല്ലാമാണ്? മഗ്ദലക്കാരത്തി മറിയ. മഗ്ദലക്കാരത്തി മറിയ. Yes, the next chance is for Jolly Jaykumar. ശൂഷന്ന. Yes, ശൂഷന്ന ഞാൻ സമ്മതിക്കുന്നു. പിന്നെ ആരെങ്കിലും ഉണ്ടോ? യോഹന്ന. യോഹന്ന. ആരാ യോഹന്ന? ക്ലയോപ്പാവിൻ്റെ ഭാര്യ. ശൂഷന്ന ഞാൻ സമ്മതിക്കുന്നു. ബാക്കി ഒരു ഫിലിം ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളുണ്ട്. ശൂഷന്ന ശരിയാണ്. സോ ഷീ ഗെറ്റ്സ് 2 marks for that. Further, I give you one more chance. ഞാൻ ധൃതി വെച്ചിട്ടും ചാൻസ് ജോളി ഓർത്ത് നോക്കുക. ഞാൻ I'll give you 50 seconds more. കൂസയുടെ ഭാര്യ യോഹന്ന. കറക്റ്റ്. 4 marks. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എനിക്ക് 2 മാർക്ക് ഇങ്ങോട്ട് തരേണ്ടത്. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരുടെ വാക്കുകളാണ് അർബുദവ്യാധി പോലെ പലരെയും തിന്നുകളഞ്ഞത്? ഫിലിയത്തോസിൻ്റെയും ഹുമനിയോസിൻ്റെയും. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. 5 marks for ജോളി ജയകുമാർ. എനിക്ക് വേണമെങ്കിൽ ആ ചോദ്യം വേറെ ചോദിക്കാമായിരുന്നു. ക്യാൻസർ എന്ന വാക്ക് വേദോസിൽ എവിടെയാണെന്ന്. ഓൾറൈറ്റ്, ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ ഗോസ് ടു ബ്യൂല. മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആര്? ഹാബേൽ. റൈറ്റ്. 5 marks for Beulah Joseph. So that brings us to the close of the New Testament round. Will you please give the marks? Beulah Joseph got 5. Beulah Joseph gets 5 marks. Jolly Jaykumar 9. Jolly Jaykumar gets 9 marks. Bibin K. Matthew -1. And Bibin K. Matthew -1. Right. Next is the Christian focus round that's beginning with Jolly Jaykumar. വളരെ കൃത്യമായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരിൽ നിന്നും. Can I proceed? സ്വർണം കലക്കിയ വെള്ളം ആരുണ്ടാക്കി? അതെങ്ങനെ ഉണ്ടാക്കി? ഉണ്ടാക്കിയത് മോശ. സ്വർണം കലക്കിയ വെള്ളം ഉണ്ടാക്കിയത് മോശ. ഉത്തരം ശരിയാണ്. 2 മാർക്ക് പോകുന്നു. ഇസ്രായേൽ ജനം ഉണ്ടാക്കിയ ആ കാളക്കുട്ടിയെ ആ അരച്ചു ആ ചുട്ടു ചാരമാക്കി. എന്തോ ആദ്യമേ അരച്ചിട്ട് ചുട്ടോ ചുട്ടിട്ട് ചുട്ടിട്ടു അരച്ചു ചുട്ടരച്ച് ചാരമാക്കി ഇസ്രായേൽ ജനത്തെ കുടിപ്പിച്ചു. അതെ. ഇസ്രായേൽ മക്കൾ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ തീയിലിട്ട് ചുട്ടരച്ച് പൊടിയാക്കി വെള്ളത്തിൽ കലക്കി കുടിപ്പിച്ചു. അതാണ് ശരിയായ മാർക്ക്. 5 marks for Jolly Jaykumar. Right? Yeah. The next question is to Bibin K. Matthew. കാഴ്ചയില്ലാത്തവർക്ക് വായിക്കുവാൻ തക്കതിനും തയ്യാറാക്കിയ ബൈബിളിന്റെ പേരെന്താണ്? ബെയ്ലി ബൈബിൾ. -1 mark for Bibin K. Matthew, and the next chance comes to Beulah Joseph. ബെയ്ലി ബൈബിൾ. -1 mark for Beulah Joseph and Jolly Jaykumar. Do you want to give a try? പാസ്. ബെയ്ലി ബൈബിൾ. അങ്ങനത്തെ സംഭവം ഇല്ലല്ലോ. അന്ധന്മാർക്ക് വേണ്ടി ബെഞ്ചമിൻ ബെയ്ലി തയ്യാറാക്കി അതിന് ബെയ്ലി ബൈബിൾ എന്ന അതൊരു സിസ്റ്റമാണ്. ബ്രെയിൽ. ദ ബൈബിൾ ഈസ് ബ്രെയിൽ. BRAILE. അന്ധന്മാർക്ക് തപ്പി തടഞ്ഞ് വായിക്കാനുള്ള ഭാഷ. അത് ബൈബിൾ മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ആ സിസ്റ്റം പഠിച്ചാൽ അന്ധന്മാർക്ക് വായിക്കാൻ പറ്റും. സംശയമുണ്ടോ? ഇല്ല. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? യെസ്. സോ ബി ഷുവർ ഓഫ് യുവർ ആൻസേഴ്സ്. ദാറ്റ്സ് ഫൈൻ. ദാറ്റ്സ് ഓക്കെ. ദാറ്റ്സ് നോ പ്രോബ്ലം. റൈറ്റ്. So -1 for Bibin K. Matthew, -1 for Beulah Joseph. The answer is Braille Bible. Okay. For you, it's an easy question. നവീകരണത്തിന്റെ പ്രഭാത നക്ഷത്രം ആരാണ്? ജോൺ വിക്ലിഫ്. John Wycliffe. The answer is very right. 5 marks for Beulah Joseph. That brings us to the close of Christian focus round. Please give me the scorecard. Yes. Beulah Joseph 4 marks. Beulah Joseph gets 4 marks. Jolly Jaykumar 5. Jolly Jaykumar 5. Bibin K. Matthew -1. Bibin K. Matthew -1. Right. Next is a Bible bumper round.
ഓൾ ഓഫ് യു റെഡി? റെഡിയാണോ? ഓക്കെ. ഇത് ഒരു പുസ്തകത്തിൻ്റെ അവസാന വാക്യമാണ്. റൈറ്റ്? ഓക്കെ. അതാരാണെന്നാണ് പറയേണ്ടത്? ആരുടെ പുസ്തകമാണെന്നാണ് പറയേണ്ടത്? റെഡി? പാവിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും നിരവധിയായ പാപങ്ങൾ മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ബിബിൻ, ആൻസർ ഇല്ലല്ലോ. യാക്കോബിൻ്റെ ലേഖനം അവസാനത്തെ വാക്യമാണ്. ക്യാൻ യു പ്ലീസ് റീഡ് ഇറ്റ്? വായിച്ചേട്ടാ. പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും നിരവധിയായ പാപങ്ങൾ മറക്കുകയും ചെയ്യുമെന്ന് എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അവസാന വാക്യം. ഓൾറൈറ്റ്, സംശയം ലേശമില്ലല്ലോ. വെരി ഗുഡ്. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ നോ മാർക്സ് ഫോർ എനിബഡി. ജീന, വിൽ ദം ഫ്രീ നൗ. ഓൾറൈറ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. പ്രൊസീഡ് ചെയ്തു. പെട്ടകം പിടിക്കപ്പെട്ടതും മാർക്സ്. അമ്മാവിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ പ്രസവവേദന തുടങ്ങി നിലത്ത് വീണ് പ്രസവിച്ച സ്ത്രീ ആര്? ഫീനഹാസിന്റെ ഭാര്യ. എന്താണ് അവളുടെ പേര്? പേരില്ല. വളരെ ശരിയായ മറുപടിയാണ്. She gets 2 marks for that. Right. Now the third question. പുത്തൻ യെരൂശലേമിൽ എത്ര ദൂതന്മാർ കാവൽ ചെയ്യുന്നു? യെസ് മിസ്റ്റർ ബിബി. 12 ഉത്തരം ശരിയാണ്. He gets 2 marks for that. അടുത്ത ചോദ്യം റെഡിയാണല്ലോ. അബ്രഹാമിന്റെ സഹോദരന്മാരുടെ പേരെന്ത്? യെസ് ജോളി. ഹാരാൻ, നാഹോർ. കറക്റ്റ്. ഹാരാൻ, നാഹോർ. 2 marks for ജോളി. റൈറ്റ്. ചെറിയ നെർവസ് ആണെന്ന് തോന്നുന്നു. വൈ ഷുഡ് യു? ഞാൻ അത്രയ്ക്ക് ക്രൂരൊന്നും അല്ല. റൈറ്റ്. സോ ദ നെക്സ്റ്റ്. അല്ല, എൻ്റെ വൈഫിനോട് ചോദിച്ചു നോക്കാം കേട്ടോ, പ്ലീസ്. ജീന, ടെൽ മീ, am I so cruel? Not at all. These people think that I am very cruel, right? Okay. So the last question, very simple and easy, and it's an intellectual question. തിരുവചനത്തിൽ സൂര്യഘടികാരം ഉണ്ടായിരുന്ന രാജാവ് ആരാണ്? യെസ് ബ്യൂല. ആഹാസ്. നിങ്ങൾക്ക് വല്ല മറുപടി ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി ഉണ്ടോ? നിങ്ങൾക്ക് യെസ് ജോളി പറഞ്ഞു. മനസ്സേ അല്ല. യെസ്. യഹൂദ രാജാവായ ആഹാസ്. ഓക്കെ, റൈറ്റ്. 2 പേര് ആഹാസ് എന്ന് പറഞ്ഞു. ജോളി മനസ്സേ അല്ല. നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് അത് പറഞ്ഞത്? 2 പേർക്കും പറഞ്ഞൊരു കാരണമേ കാണത്തുള്ളൂ. ആദ്യമേ ബ്യൂരോയുടെ കാരണം കേൾക്കാം. ഹിസ്കിയ രാജാവ് സൗഖ്യം പ്രാപിച്ചപ്പോഴൊക്കെ സൗഖ്യമാകുന്നതിന് അടയാളമായിട്ട് ആലയത്തിൽ പോകുന്നപ്പോ ആഹാസിന്റെ സൂര്യഘടികാരത്തിൽ നിഴൽ 10 പടി പിന്നോക്കം തിരിമാറാക്കും. അപ്പോഴ് എന്റെ ചോദ്യം എന്തായിരുന്നു? ആരാണ് സൂര്യഘടികാരം ഉണ്ടായിരുന്ന രാജാവ് ആര്? ആഹാസ് രാജാവല്ലായിരുന്നു. ഹിസ്കിയാവ്. അതാണ് ഉത്തരം. ബിബിന് ഇനി എന്നെ സംശയമുണ്ടോ? ഞാൻ വേദപുസ്തകം എടുക്കണോ? ഇനി വേണ്ട. ഞാൻ ചോദിച്ച ചോദ്യമാണ്. ആഹാസിന്റെ മറുപടിയാണ് വരാറുള്ളത്. ആഹാസ് രാജാവല്ല, അതൊരു കടക്കാരൻ. അവൻ അവിടെ വെച്ചിട്ട് ആഹാസിന്റെ സൂര്യഘടികാരം ഉണ്ടാക്കി വെച്ചേക്കാണ്. പക്ഷേ അത് യഹൂദ രാജാവിൻ്റെ രാജ്യത്തുണ്ടായിരുന്ന സൂര്യഘടികാരൻ. സോ ദ ഓണർ ഈസ് ഹൂം? ഹിസ്കിയാവാണ്. ഞാൻ ചോദിച്ചത് രാജാവെന്ന് സ്പെസിഫിക് ആയിട്ടാണ് ചോദിച്ചത്. റൈറ്റ്. സോ സൂര്യഘടികാരം ഉണ്ടായിരുന്ന രാജാവാര്? അപ്പോൾ -1 മാർക്ക് ഫോർ ബ്യൂല ജോസഫ്. ജോളി ഓൾസോ മനസ്സേ ഇല്ല. ചിലപ്പം ഹിസ്കിയാവ് കൊടുത്തു കാണും, എനിക്ക് അറിഞ്ഞുകൂടാ, വേദോസത്തിലില്ല. സോ -1 മാർക്ക്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ -1. പിന്നെ നീ ഒരു മൈനസ് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ മിസ്റ്റർ ബിബിൻ? സോ -1 mark again for Mr. Bibin K. Matthew. Ready? Will you please give the scorecard? Beulah Joseph got -1. Beulah Joseph gets -1. Jolly Kumar 3. Jolly J. Kumar gets 3 marks. And Bibin Matthew 1. Bibin Matthew 1. Right. Now the prayer round.
പ്രേയർ റൗണ്ടെന്ന് പറയുമ്പോൾ പ്രാർത്ഥനയാണല്ലോ നമ്മുടെ ജീവശ്വാസം. വലിയ എല്ലാ ചോദ്യങ്ങളും പ്രാർത്ഥനയെക്കുറിച്ചാണെങ്കിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്രേയറിനെ കുറിച്ചാണ്. പക്ഷേ പ്രാർത്ഥനയുടെ പ്രാധാന്യം പ്രേക്ഷകർക്കും നമുക്കെല്ലാവർക്കും കൂടുതൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സ്പെസിഫിക്കായിട്ട് ഓരോ ചോദ്യം ചോദിക്കുന്ന ഒരു പോയിൻ്റർ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ഒരു പ്രേയർ റൗണ്ട് അല്ലെങ്കിൽ പ്രേയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പ്രാർത്ഥനകളുടെ അനേകം കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയുള്ള കാര്യമല്ല. ഈ ഒരു എപ്പിസോഡിൽ ഓരോരുത്തർക്കും ഓരോ ചോദ്യം വാങ്ങിക്കാനുള്ള സമയമേ ഉള്ളൂ. റൈറ്റ്? നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്, പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിൽ വന്ന് പങ്കെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് അവസരം തന്നു. അപ്പോൾ ഈ നിങ്ങളുടേതായിട്ടുള്ള ഉത്തരം കഴിഞ്ഞ ശേഷം ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഓൾറൈറ്റ്? ഈച്ച് കണ്ടസ്റ്റൻറ്റ് 5 മാർക്സാണ് ഇതിന് ലഭിക്കുന്നത്. റൈറ്റ്? സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ഗോ ടു ബ്യൂല ജോസഫ്. റെഡി ദേ? നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു വന്ന് ചുറ്റും നിൽക്കുന്ന ജനക്കൂട്ടം വിശ്വസിക്കേണ്ടതിന് അവർ നിമിത്തം ഞാൻ പറയുന്നു. ആരാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്? എവിടെ വെച്ചാണ് പ്രാർത്ഥിച്ചത്? ഏത് സാഹചര്യത്തിൽ വെച്ചാണ് പ്രാർത്ഥിച്ചത്? 3 ചോദ്യമാണ്. ആരാണ് പ്രാർത്ഥിച്ചത്? എവിടെ വെച്ചാണ് പ്രാർത്ഥിച്ചത്? ഏത് സാഹചര്യത്തിലാണ് പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിച്ചത് യേശു കർത്താവ്. പ്രാർത്ഥിച്ചത് യേശു കർത്താവാണ്. വെരി ഗുഡ്. പാസ്. യെസ് ജോളി. പ്രാർത്ഥിച്ചത് യേശു. പ്രാർത്ഥിച്ച യേശുവാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, റിപ്പീറ്റഡ് പറ. ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ. ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ. ഉത്തരം വളരെ ശരിയാണ്. ഈ ലാസറിനെ ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി അവിടെ വെച്ച് പ്രാർത്ഥിച്ചത്. അത് പ്രാർത്ഥിച്ചു. ഒരു ചോദ്യം കൊണ്ടുണ്ടായിരുന്നു. ലാസറിനെ ചുറ്റുമുള്ളവർ വിശ്വസിക്കാൻ യേശുവിൻ്റെ അത്ഭുതം. അതല്ല എൻ്റെ മറുപടി. ഞാൻ നോക്കട്ടെ. ബിബിൻ പറഞ്ഞില്ലെങ്കിൽ ആ മറുപടിക്ക് ഞാൻ മറുപടി തരും. ഞാൻ പറയാം. അതിന് മനസ്സിരുത്തില്ല. ബിബിന് വല്ല കൂടുതൽ വല്ലതും ഉണ്ടോ പറയാൻ? ഇല്ല. ഞാൻ ചോദ്യം ആവർത്തിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചത് എവിടെയാണ്? ഏത് സാഹചര്യത്തിൽ? ആരാണ് പ്രാർത്ഥിച്ചത്? എങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ആരാ പ്രാർത്ഥിച്ചത്? യേശുവാണ് പ്രാർത്ഥിച്ചത്. എവിടെയാണ് പ്രാർത്ഥിച്ചത്? ബഥാനിയയിൽ, ലാസറിൻ്റെ വീട്ടിൽ. ഏത് സാഹചര്യത്തിലാണ്? ലാസറിനെ കല്ലറയ്ക്കൽ വെച്ചത്. അപ്പോൾ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി. ഞാൻ പറഞ്ഞു മനസ്സിലായി. ആൻഡ് ഇറ്റ് ഇസ് എ സെക്കൻഡ് ചാൻസ്. സോ എനിവേ ഗിവ് 1.5 marks. So 1 mark for Beulah Joseph in this prayer round. All right? So, പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഞങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു പ്രഭാതത്തെ കർത്താവ് ഞങ്ങൾക്ക് ദാനം ചെയ്തില്ല. ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും ഞങ്ങൾ ഓരോരുത്തരോടുകൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം ദൈവമേ കൊണ്ടുവരുവാൻ കർത്താവേ ഹാൽ ഞങ്ങൾ ഏതുമില്ല. കർത്താവിൻ്റെ വലിയ ദയക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. വേൾഡ് ടു വേൾഡ് മിനിസ്ട്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെ ഓരോ പ്രോഗ്രാമുകളും അനേകർക്ക് പ്രയോജനപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നേതൃത്വം കൊടുക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കൈയുടെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ദൈവമേ, ഓരോ പ്രവർത്തന മേഖലകളിലും കർത്താവിൻ്റെ കൃപ കൂടി ഇരിക്കുമാറാകണമേ. അനേകർ ദൈവശബ്ദം കേൾക്കുവാനായിട്ട്, അനേകർ സ്വർഗരാജ്യത്തിൻ്റെ ഉപകാരികളായി തീരുവാനായിട്ട് ദൈവാത്മാവ് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനേകർ കർത്താവ് ഈ നാളുകളിൽ ഇല്ലാത്തവർക്ക് ബൈബിൾ വായിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ അവർക്ക് ബൈബിൾ ലഭ്യമാകത്തക്ക വിധത്തിൽ ചെയ്യുന്ന എല്ലാ അധ്വാനങ്ങളെയും ദൈവം സാധ്യമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കഷ്ടപ്പെടുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ ദൈവവേല ചെയ്യുന്ന എല്ലാ പ്രവർത്തകർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭാ വിഭാഗങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മിഷണറിമാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മിഷണറി ലീഡേഴ്സിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ ഗ്രാമങ്ങൾ തോറും കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തന മേഖലകളിൽ കർത്താവിൻ്റെ കൃപ കൂടി ഇരിക്കുമാറാകണമേ. അവർ സഞ്ചരിക്കുന്ന ഓരോ പാതകളിലും അവിടുന്ന് മുൻപടയായി പിൻപടയായി കൂടെ
നിന്ന് വഴി നടത്തുമാറാകണമേ. ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന ഓരോ പാതകളെയും കർത്താവ് അനുഗ്രഹിച്ചു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ സുവിശേഷം പങ്കുവയ്ക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾ കർത്താവിനെ മനസ്സിലാക്കുവാനും അങ്ങ് നല്ലവനെന്ന് രുചിച്ചറിയുവാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഈ നാളുകൾ കർത്താവിൻ്റെ നാമം ഏത് വിധേനെ മഹത്വപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. അതിനുവേണ്ടി ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവ് ഈ ശുശ്രൂഷ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് ഈ ശുശ്രൂഷയെ വളർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മിക ഭൗതിക നന്മകളാൽ അങ്ങ് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ ക്യൂസ് പ്രോഗ്രാമിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം കൊണ്ടുവന്ന കൃപയ്ക്കാട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തുടർന്ന് കർത്താവിൻ്റെ കൃപ കൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ കർത്താവിൻ്റെ കൃപ കൂടി ഇരിക്കുമാറാകണമേ. ആത്മീയത്തിലും ഭൗതികത്തിലും അവർ വർദ്ധിച്ചുവരുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളേവരും കർത്താവിന് പ്രയോജനമുള്ളവരായിട്ട് കർത്താവിൻ്റെ പ്രസാദമുള്ള വഴികളിൽ നടപ്പാൻ അങ്ങ് സഹായിക്കുമാറാകണമേ. അതിനായിട്ട് ഞങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. സകല മഹത്വമാനവും ഞങ്ങൾ കർത്താവിന് തരുന്നു. യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. Right. Now the second question goes to ജോളി ജയകുമാർ. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് യേശു ഉത്ബോധിപ്പിച്ചത് എങ്ങനെയാണ്? ഒരു ഉപമയിലൂടെ. ഒരു ഉപമയിലൂടെയാണ്. എന്താണ് ഉപമയുടെ തന്തു? ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ന്യായാധിപൻ ഒരു വിധവയുടെ ന്യായം പാലിച്ചു കൊടുക്കാതിരുന്നപ്പോൾ ദൈവമോ തന്നെ രാപ്പകൽ നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാരും പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ എന്ന് പറഞ്ഞാണ്. പക്ഷേ അത് ന്യായാധിപൻ നടത്തി കൊടുത്തു. അന്യായക്കാരനായ അതിലെ ന്യായാധിപൻ വിധവയ്ക്ക് അത് ന്യായം പാലിച്ചു കൊടുത്തപ്പോഴാണ് കർത്താവ് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. Pray always, pray without ceasing. Right, that's the right answer. 5 marks for ജോളി ജയകുമാർ. അപ്പോൾ ജോളി ജയകുമാർ സുശ്രേ വായിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശ്വസ്തനായ ദൈവമേ, സുഖപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലം ഈ വേൾഡ് വൈഡ് മിനിസ്ട്രീസിൻ്റെയും ഈ ചാനലിൻ്റെയും കീഴിൽ ഞങ്ങൾക്കായിരിക്കാൻ തക്കവണ്ണം സ്വർഗ്ഗം ഇടയാക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങൾ കൊണ്ടുവരുവാൻ ഞങ്ങളൊന്നുമല്ല കർത്താവേ. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ച് വേർതിരിച്ച കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം നടത്തിയല്ലോ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ജീവനുള്ള ദൈവവുമായി ഞങ്ങൾക്ക് സഞ്ചരിക്കുവാൻ ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുപോലെ, നോഹ ദൈവത്തോടു കൂടെ നടന്നതുപോലെ ഹല്ലേലൂയ ജീവിതത്തിൽ കർത്താവേ ഏകസത്യ ദൈവത്തെ ഞങ്ങൾക്ക് കാണുവാൻ കണ്ടുമുട്ടുവാൻ ആ ദൈവവുമായി ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ ഹല്ലേലൂയ ഞങ്ങളുടെ എല്ലാ ജീവിതത്തിൻ്റെ ഏടുകളിലും ആ കരസ്പർശനം കൊള്ളുവാൻ എൻ്റെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കിയ ആ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വേൾഡ് വൈഡ് മിനിസ്ട്രീസിനും ഹല്ലേലൂയ ഡോക്ടർ മാത്യൂസ് വർഗീസ് സാറും ഫാമിലിയും ഈ പ്രസ്ഥാനം നടത്തുന്ന ഈ മിനിസ്ട്രീസിൻ്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഒരു മിനിസ്ട്രീസിലൂടെ ഞങ്ങൾക്കിവിടെ കടന്നു വരുവാൻ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷ ഞങ്ങൾക്ക് ഭാഗമാകുവാൻ ദൈവമിടയായല്ലോ. കർത്താവിനെ സാക്ഷീകരിക്കുവാൻ, കർത്താവിൻ്റെ വചനം ഞങ്ങൾക്ക് സംസാരിക്കുവാൻ, പാടുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ജീവിതത്തിൻ്റെ പല മേടുകളിൽ നിന്നും ഹല്ലേലൂയ ഞങ്ങൾക്ക് കാണാതെ കിടന്ന ഞങ്ങളുടെ താലന്തുകളെ പുറത്തു കൊണ്ടുവരുവാനൊക്കെയും ഈ മിനിസ്ട്രിയിലൂടെ ഇടയാക്കിയതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ബൈബിൾ ക്വിസിൻ്റെ 7ാം ഹല്ലേലൂയ സ്തോത്ര എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്വത്തോടെ ഈ മിനിസ്ട്രിയെ നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഈ മിനിസ്ട്രിയുടെ കീഴിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കുമായി സ്തോത്രം. പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, മീറ്റിങ്ങിനെ, ആ ശുശ്രൂഷ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. അനേകരതിൽ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നത് കർത്താവ് ഈ ഒരു മിനിസ്ട്രിയിലൂടെയാണ്. കർത്താവിൻ്റെ ദാസിലൂടെ ഞങ്ങൾ കേൾക്കുവാൻ ഇടയാകുന്നുണ്ടല്ലോ കർത്താവെ. ഗാന ശുശ്രൂഷയ്ക്കായി സ്തോത്രം കർത്താവെ. അനേക ഗാനങ്ങൾ എഴുതുവാൻ കർത്തൃത്വത്തിനെ ദൈവം അധികാരപ്പെടുത്തണമേ. അനേകര ഹൃദയങ്ങളെ പാടി ആശ്വസിപ്പിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടതയിൽ അവർക്ക് പാടുവാൻ ഈ ഗാനങ്ങളൊക്കെ ഉപയോഗിക്കണമേ. ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയെ ഞങ്ങൾ ഓർക്കുന്നു. അതിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളെ കർത്താവെ ട്രൈബൽസിൻ്റെ ഇടയിൽ കടന്നുപോയി കർത്താവ് അവരുടെ ഭാഷ പഠിച്ചു അവരിൽ ഒരാളായി നിന്ന്
കർത്താവെ അത് പഠിച്ചു. അത് അനേകർക്ക് ആ ഭാഷയിലുള്ളവർക്ക് വളരെ ചുരുക്കം ജനങ്ങളാണെങ്കിലും അവർക്ക് വേണ്ടി സമയവും സന്ദർഭവും സാമ്പത്തികവും ഒക്കെയും ചെലവഴിക്കുന്ന ഈ ശുശ്രൂഷയെ ദൈവം മാനിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിവിധ ലോക രാജ്യങ്ങളിലുള്ള പ്രേക്ഷകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകർ ഈ മിനിസ്ട്രിയിലൂടെ വിടുതൽ പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗഭാക്കായി തീരുവാൻ എൻ്റെ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ സാങ്കേതിക സിസ്റ്റംസിനെയും ഞങ്ങൾ ഓർക്കുന്നു. അത് പ്ലേ ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ദേശത്തെ ഓർക്കുന്നു, ഞങ്ങളുടെ ഭരണാധികാരികളെ ഞങ്ങൾ ഓർക്കുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു, അത് കണ്ടെത്തിയില്ല എന്ന് യെഹെസ്കേൽ പറയുമ്പോൾ പരിതപിക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, ഞങ്ങൾ കർത്താവിൻ്റെ വാഹകരായി തീരുവാൻ, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ ആത്മഭാരം ഞങ്ങളിൽ ഓരോരുത്തരും ഉടലെടുക്കുവാൻ എൻ്റെ കർത്താവ് കൃപ ചെയ്യണമേ. അതിനൊക്കെ മുഖാന്തരമാക്കുന്ന മിനിസ്ട്രികളെ ഓർക്കുന്നു. ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മിനിസ്ട്രികളെ ഞങ്ങൾ ഓർക്കുന്നു. ചർച്ച് മിനിസ്ട്രികളെ ഓർക്കുന്നു കർത്താവെ. ഭാരതത്തിൻ്റെ സുവിശേഷമായ മേഖലകളിൽ വരുന്ന പോരാട്ടങ്ങളുടെ മേലെ, സുവിശേഷ വിരോധികളുടേതായ പ്രതികൂലങ്ങളുടെ മധ്യത്ത് പിന്നെയും ദൈവം ഞങ്ങളെ നിർത്തിക്കൊള്ളണമേ കർത്താവെ. കരിവേലവും കരിമരവും വെട്ടിയിട്ടാൽ ഒരു കുറ്റി ശേഷിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഞങ്ങളുടെ ഭാരതത്തിലും ശേഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മണിപ്പൂരിൽ നടക്കുന്നതായ സുവിശേഷ വിരോധികളുടെ പ്രതിസന്ധികളിൽ നിന്ന്, ഹല്ലേലൂയ, ഭവനമില്ലാതെ വീടുകളില്ലാതെ സഭകളെ നഷ്ടപ്പെടുത്തി സഭകളൊക്കെയും ഹല്ലേലൂയ കത്തി കരിഞ്ഞു കിടക്കുമ്പോൾ നെഹമ്യാവിനെ പോലെ കണ്ണുനീരൊഴുക്കുന്ന ഒരു സമൂഹത്തെ ദൈവം ഒരുക്കണമേ. ഞങ്ങൾ എല്ലാ മേഖലകളിലും സന്തോഷമായിരിക്കുമ്പോൾ ഇതൊന്നും അനുഭവിക്കാതെ ഒരു കൂട്ടം ജനം കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, കർത്താവെ അതിനും ഭാഗഭാക്കാവുവാൻ എൻ്റെ കർത്താവ് കൃപ ചെയ്യണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കുള്ള വിലപ്പെട്ട അവകാശങ്ങളെയും ഞങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളെ സഭയെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ കേരളത്തിലെ സഭകളെ ഞങ്ങൾ ഓർക്കുന്നു. ഐക്യതയോടെ നിന്ന് ഞങ്ങൾക്ക് വേല ചെയ്ത് ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കുവാൻ ഇടിയാക്കണമേ. യേശുവിൻ്റെ ശരീരമായ സഭയ്ക്കകത്ത് അരുതാത്തത് ഒന്നും കടന്നു വരാതെ ദൈവം സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പരീക്ഷയിൽ, പിശാചിൻ്റെ പരീക്ഷയുടെ മധ്യത്ത് ഞങ്ങൾക്ക് നിൽപ്പാൻ ആവശ്യമായി കൃപ നൽകി തരണമേ. പ്രലോഭനങ്ങളുടെ മധ്യത്ത് നിൽപ്പാൻ ആവശ്യമായി കൃപ നൽകി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദുഷ്ടങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ദൈവകൃപ ഈ ഭൂമി ഞങ്ങൾ ജീവിക്കുന്നിടത്തോളം ദൈവ സാന്നിധ്യവും കൃപയും ഞങ്ങളെ പരിരക്ഷിക്കുന്നതിനായി സ്തോത്രം. അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടിയൻ്റെ ജീവിതത്തിലെ കുറവുകളോ കുറ്റങ്ങളോ ഒന്നും ഈ പ്രാർത്ഥനയ്ക്കോ ഈ മിനിസ്ട്രിക്കോ തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ജോളി, താങ്ക് യു. അടുത്തതായിട്ട് ബിബിൻ കെ മാത്യുവിനുള്ള ചോദ്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളെ ഞങ്ങൾ നിന്നോട് ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഇപ്രകാരം പ്രാർത്ഥിച്ചതാരാണ്? ചോദ്യം. ശലോമോനാണ് പ്രാർത്ഥിച്ചത്. ഉത്തരം വളരെ തെറ്റാണ്. അടുത്ത ചാൻസ് വിൽ കം ടു ബ്യൂല ജോസഫ്. പാസ് ബ്യൂല. ജോളി. ദാനിയേൽ. -1. നെഹമ്യാവാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്. വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. ഇതേ ചൊവ്വയിലാണ് ശലോമോൻ്റെ പ്രാർത്ഥന. അതാണ് നിങ്ങൾ ശലോമോൻ എന്ന് പറയുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം 5 വാക്യം മുതലുള്ള പ്രാർത്ഥനയുണ്ട്. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്രേയേഴ്സ് ഇൻ ദ ബൈബിൾ. ഓൾറൈറ്റ്, സോ അവിടെ ട്വിസ്റ്റായി പോയി. റൈറ്റ്, സാരമില്ല. ബിബിൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും രാജാതിരാജാവുമായ സ്വർഗീയ നല്ല പിതാവേ, ഇടകളാണ് ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് പകൽക്കാലം ഈ ബൈബിൾ ക്രൗൺ 2023 7-ാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു വരുവാൻ, അതിൽ മത്സരിപ്പാൻ തക്കോണം ഇടകളാണ് ഞങ്ങളെ ദൈവം സഹായിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇതുവരെയും ദൈവം ഞങ്ങളെ പരിപാലിച്ച വിധങ്ങൾക്ക് ഞങ്ങൾ നന്ദി കരയേറ്റുകയാണ്. ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ, ഞങ്ങൾ ജോലി ചെയ്തപ്പോഴെല്ലാം ദൈവത്തിൻ്റെ പരിപാലനം ഞങ്ങളോടുകൂടി ഉണ്ടായിരുന്നല്ലോ. വിശേഷാൽ വേൾഡ് ടു വേൾഡ് മിനിസ്ട്രിയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന നിരദാസനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സാറിനെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ആരോഗ്യത്തോടെ ബലത്തോടു കൂടെ ദൈവത്തിൻ്റെ ശുശ്രൂഷ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്തോ അത് ചെയ്തെടുപ്പാൻ തക്കോണം ദൈവം സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആവുന്നിടത്തോളം സപ്പോർട്ട് ചെയ്യുവാനും പിതാവിന് നിൻ്റെ ദാസൻ്റെ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങലായി തീരുവാൻ തക്കോണം നിൻ്റെ ദാസിയെയും തലമുറകളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന
ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലൂടെ അനേകർ ദൈവത്തെ കാണുവാൻ തക്കോണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് മുഖാന്തരം അനേകർ ദൈവവചനം പഠിക്കാനുള്ള ഉത്സാഹമുള്ളവരായി തീരുവാൻ, ദൈവവചനത്തിൽ നിലനിൽപ്പാനൊക്കെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇതുവരെയും വന്ന് പങ്കെടുത്ത മത്സരാർത്ഥികളായ ഓരോരുത്തരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. തുടർന്നുള്ള സ്റ്റേജുകളിലൊക്കെയും നല്ല രീതിയിൽ ദൈവവചനം അഭ്യസിച്ച് നല്ല രീതിയിൽ പഠിച്ച് അത് പെർഫോം ചെയ്യുവാനൊക്കെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും അപ്പോൾ ഇതിൻ്റെ മിനിസ്ട്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പോൾ അശരണരായിട്ടുള്ള അനേകർക്ക് ആഹാരവും അപ്പോൾ വെള്ളമൊക്കെ നൽകുന്നതായിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ടല്ലോ പിതാവേ. അത് മുടങ്ങാതെ വണ്ണം ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്യുവാൻ തക്കോണം ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് മുഖാന്തരം യേശുക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരെ പകർന്നു കൊടുക്കുവാൻ തക്കോണം ഇതിൻ്റെ ദാസനെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഇവിടെ നടക്കുന്ന പ്രാർത്ഥനാ യോഗങ്ങളെയും കൂട്ടായ്മകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഉപവാസ പ്രാർത്ഥനകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അനേകർ കടന്നു വന്ന് കഴിഞ്ഞ നാളുകളിൽ നിൻ്റെ ദാസനിലൂടെ അനേകർ അനുഭവിച്ച ആ ദൈവികമായിട്ടുള്ള വിടുതലുകൾ, അതിലൂടെ അനേകർ ദൈവത്തെ അറിയുവാനൊക്കെ ഇടയായിത്തുന്നല്ലോ. ആ പ്രവർത്തനങ്ങൾ തുടർന്ന് നടക്കുവാൻ തക്കോണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ വലിയൊരു കൂട്ടായ്മ ഉടലെടുക്കുവാൻ തക്കോണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ മിനിസ്ട്രിയിലൂടെ കാണുവാൻ തക്കോണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ബൈബിൾ ട്രാൻസ്ലേഷനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ ട്രാൻസ്ലേഷനിലൂടെ അനേകർ ബൈബിൾ എത്തപ്പെടാത്ത സ്ഥലങ്ങളിൽ ബൈബിൾ എത്തപ്പെടുവാൻ തക്കോണം അനേകർ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ നല്ല സുവിശേഷം അറിയുവാൻ തക്കോണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അവരുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുവാനും അത് വായിച്ച് സന്തോഷിപ്പാനും, ഒരിക്കൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മറവായിരുന്ന ദൈവത്തിൻ്റെ വചനം അനേക ദൈവഭക്തന്മാരിലൂടെ ഞങ്ങളുടെ കരങ്ങളിൽ എത്തപ്പെട്ടതുപോലെ ആ ദൈവിക ശുശ്രൂഷ ഉടലെടുക്കുവാൻ തക്കോണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് മുഖാന്തരം അനേകർ ദൈവരാജ്യത്തിൽ എത്തപ്പെടുവാൻ തക്കോണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും അണിയറ പ്രവർത്തകരെ ഓരോരുത്തരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടെ ബലത്തോടെ ആ ശുശ്രൂഷകളെ ചെയ്തെടുപ്പാൻ തക്കോണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഞങ്ങളുടെ രാജ്യത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ രാജ്യത്തും സംസ്ഥാനത്തും ലോകത്തെമ്പാടുമുള്ള എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ നല്ലവരായിട്ടുള്ള വ്യക്തിജീവിതങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഓരോരുത്തരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് അടുത്തിരിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടെ ഉത്സാഹത്തെ മടുപ്പില്ലാതെ വണ്ണം ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ തക്കോണം ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും അപ്പാസുടെ അനേക സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സുവിശേഷം എത്തിക്കുവാൻ തക്കോണം അനേകരായിട്ട് വേദന അനുഭവിക്കുന്ന അനേകരെ കൈത്താങ്ങുവാൻ തക്കോണം ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ, ഞങ്ങളുടെ വാക്കുകളിലൂടെ, ഞങ്ങളുടെ സംസാരങ്ങളിലൂടെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലൂടെയും യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ തക്കോണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും സുവിശേഷ പ്രവർത്തനങ്ങളെയൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഞങ്ങളിവിടെ ആയിരിക്കുമ്പോഴൊക്കെയും ഞങ്ങളുടെ രാജ്യത്ത് അനുഭവിക്കുന്ന മതസ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള പീഡകളും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിതാവേ. പ്രത്യേകിച്ച് മണിപ്പൂരിൽ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജനത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കോണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അനേകർ യേശുക്രിസ്തുവിനെ അറിയുവാൻ തക്കോണമുള്ള പ്ലാറ്റ്ഫോമാക്കി ദൈവം മാറ്റുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ കരമപ്പ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു നാഥ. പ്രാർത്ഥനയായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു നാഥ. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇവിടെ നമ്മുടെ പ്രെയർ റൗണ്ട് പൂർണ്ണമാകുന്നു. 3 പേരും പ്രാർത്ഥിച്ചു. 3 പേർക്കും 2 ബോണസ് മാർക്ക് വീതം കൊടുക്കും. 2 ബോണസ് മാർക്സ്. Will you please give the score for this prayer round? Beulah Joseph 3. Beulah Joseph gets 3 marks. Jolly Jaykumar 7.5. Jolly Jaykumar 7.5. And Bibin Matthew 1. And Bibin Matthew 1. Right. So now to go to the final scorecard. Yes, will you please announce the marks and the winners? Mrs. Jolly Jaykumar gets the first prize, Mrs. Jolly Jaykumar gets the first prize, 26.5 mark. 26.5 marks. And the second prize to Mrs. Beulah Joseph, Second prize goes to Mrs. Beulah Joseph, 16 marks. 16 marks. And Mr. Bibin K. Matthew gets the consolation And prize. Mrs. Bibin K. Matthew gets the consolation. Right. സമ്മാനദാനത്തിന് മുമ്പ് 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇവിടെ മത്സരം ആരംഭിച്ചത് 112 പേരുമായിട്ടാണ് നമ്മൾ ആരംഭിച്ചത്. നിങ്ങൾ അവസാനത്തെ 9 പേരിലാണ് വന്നിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ആദ്യമേ 112 പേരെ കൊണ്ട് ഞാൻ പ്രാർത്ഥിപ്പിച്ചില്ല. അതിൻ്റെ ക്രീമിലേക്ക് വന്നു. അത് ക്രീം ഓഫ് ദി 112.
ഇവിടുത്തെ ഈ ശുശ്രൂഷയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ഇതൊരു എക്യുമെനിക്കൽ ശുശ്രൂഷയാണ്, സഭയല്ല. അപ്പോൾ നിങ്ങൾക്ക് സമയവും സൗകര്യവും സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിൽ വന്ന് പങ്കെടുക്കുവാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നാനാ തലങ്ങളിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ രാവിലെ കിടപ്പ് രോഗികൾക്ക് ഇവിടെ നമ്മൾ 42 കിലോമീറ്റർ ചുറ്റളവ് കൊടുക്കുന്നുണ്ട്. രാവിലെ ചുമ്മാ നിങ്ങൾക്ക് ഒരു ചിലവില്ല, വെറുതെ വന്ന് ആ വണ്ടിയെ കയറി അവരോട് ചെന്ന് അവരുടെ ഭവനിൽ ചില നടക്കുകയൊക്കെ വേണം, അകത്തുള്ളിലൊക്കെയാണ്. അങ്ങനെ പോലും ചെയ്താൽ അത് അവർക്ക് വളരെ സന്തോഷമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ അവരെ പോയി കാണും. കാരണം ആരും അവരെ നോക്കാനോ ഒന്ന് പറയാനോ ഒന്ന് കാണാനോ ഒന്നും ആരുമില്ല. ഞങ്ങൾ ആ ശുശ്രൂഷ ആരംഭിച്ചിട്ട് 9ാമത്തെ ആളാണ് കഴിഞ്ഞ ആഴ്ച മരിച്ചത്. അപ്പോഴങ്ങനെ നമ്മളവരെ ശുശ്രൂഷിക്കുന്ന അത് 2 പേരെ കഴിഞ്ഞ ദിവസം അവിടെ 4 പേര് ഒന്നിച്ച് താമസിക്കായിരുന്നു. 2 പേരെ തമിഴ്നാട്ടിൽ നിന്ന് ആരാണെന്ന് പിടിച്ചുകൊണ്ട് പിള്ളേർ മന്ദബുദ്ധികളായിരുന്നു, അവിടെ കൊണ്ടിട്ട് പണി ചെയ്യിപ്പിക്കുക. നമുക്ക് അറിഞ്ഞുകൂടാ, കാട്ടിനകത്തും അങ്ങനെയൊക്കെ ദൂരെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഏറ്റവും ചെറിയൊരു കാര്യമായി പറഞ്ഞത്, സമയമുള്ളപ്പോഴേ ഒരു ദിവസം രാവിലെ 7 മണിക്ക് ഇവിടെ നേരത്തെ വിളിച്ച് പറയണം വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ 7 മണിക്ക് അവരുടെ കൂടെ പോയി 1, 2, 3, 10 മണി വരെ ഉണ്ട്. ഞാൻ പറഞ്ഞത് അതുപോലും വലിയൊരു സന്തോഷമാണ്, മനസ്സിലായില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ സ്നേഹപൂർവ്വം എന്നും പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അത് കോവിഡ് കാലത്ത് പ്രസിദ്ധീകരിച്ചാണ്. കാരണം നമുക്കന്ന് പരസ്യ ശുശ്രൂഷ സാധ്യമല്ല, ആരാധനയെല്ലാം മുടങ്ങിയപ്പോൾ ഈ പുസ്തകം അടിച്ചിട്ട് അത് നമ്മൾ സൗജന്യമായിട്ട് ആ ക്രൈസ്തവ ഭവനങ്ങളിൽ എത്തിക്കാനായിട്ട്, പ്രസംഗം ഒന്നുമില്ല, 4 കവലകളിലും മറ്റു അറിയാവുന്നിടത്തെല്ലാം ഹോസ്പിറ്റൽസിൽ ഒക്കെ പോയി കൊടുക്കുക. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. അതിനകത്തിൽ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷമുണ്ട്, ദൈവം പ്രവചിച്ച അത്ഭുതങ്ങളുണ്ട്, ദൈവത്തിൻ്റെ ആഹ്വാനമുണ്ട് വിളിക്കുന്നത്. പക്ഷേ പുസ്തകം തുറന്നു കഴിഞ്ഞാൽ ഇത് സുവിശേഷമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. കോവിഡിൻ്റെ കെടുതികളെക്കുറിച്ചൊക്കെ പറഞ്ഞാണ് നമ്മളിത് ആരംഭിക്കുന്നത്. അത് സ്നേഹപൂർവ്വം എന്നാണ് പറയുന്നത്. ഇപ്പോൾ 4 ഭാഷകളിൽ അത് ഓൾറെഡി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. മലയാളം, ഇംഗ്ലീഷ്, തെലുങ്ക്, കഴിഞ്ഞ ആഴ്ച കന്നഡയിലും. അപ്പോൾ അത് സൗജന്യമായിട്ടാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ അത് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് സൗജന്യമായിട്ടത് വിതരണം ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ ഇതൊക്കെ ആദ്യത്തെ വന്നവരോടൊന്നും പറയുന്ന കാര്യമല്ല. അപ്പോൾ ആ രീതിയിലുള്ള പല പ്രവർത്തനങ്ങളുണ്ട്. സൗകര്യമുള്ളപ്പോൾ ഇവിടെ കടന്നു വരിക, അവിടെ വന്ന് പ്രാർത്ഥിക്കാനും പ്രവർത്തിപ്പാനും ഇതിൻ്റെ പ്രവർത്തകരോടൊക്കെ പരിചയപ്പെടാനൊക്കെയുള്ള മുഖാന്തരങ്ങളുണ്ട്. ഇതിൽ വന്ന് പങ്കെടുത്തതിന് ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇപ്പോൾ സമ്മാനദാനമാണ്. ഈ സമ്മാനം ഞാൻ പറഞ്ഞല്ലോ, ഇത് സാക്ഷ്യമാണ്. സമ്മാനമൊക്കെ സെക്കൻഡറിയാണ്. ഞങ്ങൾ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്, റൈറ്റ്? ഈ ശുശ്രൂഷ കൂടുതലായിട്ട് കർത്താവിനെ അറിയുവാനും സ്വർഗീയ ദർശനങ്ങൾ അനേകം പകർന്നു കൊടുക്കാനും ഒക്കെ മുഖാന്തരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.